മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ തുറന്നടിച്ച് പി.വി. അൻവർ എം.എൽ.എ. പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അൻവറിന്റെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ്. എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചെന്ന് അൻവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയെന്നും സംസ്ഥാനത്തെ അവസാനത്തെ CPM മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും പി.വി. അൻവർ പറഞ്ഞു. 2.5 മണിക്കൂറിലേറെ നീണ്ട വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ വൻ ആരോപണങ്ങളാണ് പി.വി. അൻവർ ഉയർത്തിയത്. പോലീസിന്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാം, പക്ഷെ ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഇതാണ്. വന്ന് വെള്ളിയാഴ്ച അപ്പൊ 12:45 അത് തന്നെ ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. അപ്പൊ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു CM-ന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാ DCS ഞാൻ പോയിക്കോളാം, ആയിക്കോട്ടെ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിന്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണം എന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി, അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എന്റെ പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പൊ എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്, പോലീസ് അസോസിയേഷന്റെ സമ്മേളനം പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്, പോലീസിലെ പുഴുക്കുത്തുകൾ ഉണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് വെക്കില്ല. അതൊന്നും ആശ്വാസമല്ലോ. കുറച്ചുകൂടി ഈ കാര്യം എവിടെയെങ്കിലും എത്തും. പി ശശിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. കരിപ്പൂർ എയർപോർട്ട് സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നും അൻവർ ചോദിച്ചു. ഉപജാപക സംഘങ്ങളാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കും. MLA സ്ഥാനം രാജിവെക്കില്ലെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി.